പോയിക്കൊണ്ടിരിക്കുന്നത് 900 പാലത്തിലേക്കാണ്. 900 പാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യത കുറവാണ്. നമ്മുടെ കമ്മട്ടിപ്പാടം സിനിമ അവസാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തേക്കുന്ന ആ ഒരു തുരുത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനെയൊക്കെ പറയുന്നത് കളം എന്നാണ് കേട്ടോ. ഈ വരമ്പിലൂടെ പോയിട്ട് ഇങ്ങനെ കുറച്ച് സ്പേസ് ഒക്കെ ഉള്ളത്, അവിടെ ഒരു ചെറിയ ഷെഡ് പോലെയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഓരോ വരമ്പിലും ഇങ്ങനെ 2-3 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇവിടെ നെൽകൃഷികൾ അതുപോലെ തന്നെ മീൻകെട്ടൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഇവിടെ ലേലം വിളിക്കാനൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ചെമ്മീൻകെട്ടാണെങ്കിലും മീൻകെട്ടാണെങ്കിലും മീനൊക്കെ പിടിച്ചിട്ട് ഈ ഒരു കളത്തിലിട്ടിട്ടാണ് അവർ വിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ പുല്ലൊക്കെ പിടിച്ച് ഇവിടെ ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് മീനൊക്കെ ഇട്ട് ലേലം വിളി നടത്തുന്നത് കേട്ടോ. അങ്ങനെ ലേലം വിളിയൊക്കെ നടന്നിരുന്ന ആ ഒരു ചെറിയൊരു ഇതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ കാടൊക്കെ ആയി പുല്ലൊക്കെ ആയി, ആരും വരാറും പോകാറും ഇല്ല. മീൻ പിടിക്കാൻ ആൾക്കാർ വഞ്ചിക്ക് വരുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെട്ടൊക്കെയാണ്. അപ്പം നമ്മളിതേ പാലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തുണ്ടിപ്പുറത്താണ്. തുണ്ടിപ്പുറത്ത് പടിഞ്ഞാറ് വരമ്പിൽ കൂടെ പോകുമ്പോൾ നമുക്കിവിടെ 900 പാലത്തേക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഞങ്ങൾ പോയതൊരു ഈവനിങ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നിട്ട് കാണാനൊക്കെ ആയിട്ട്. ഈ പാലത്തിന് പൊതുവേ എല്ലാവരും 900 പാലം എന്നാണ് പറയുന്നത്. ഈ ഫിലിമിലൊക്കെ വന്നതിന് ശേഷം ഉണ്ടായി ഈ പാലം അത്ര ഫേമസ് ആയേക്കുന്നതൊക്കെ. പിന്നെ ഈ പാലത്തിൻ്റെ നേരെ കിടക്കുന്ന ആ ഒരു വരമ്പ് നമ്മുടെ കടപ്പുറത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ വരമ്പിൽ കൂടി നടന്നു കഴിഞ്ഞാൽ കടപ്പുറത്തേക്ക് എത്താൻ പറ്റുമെന്നാണ് പറയണത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. വരമ്പൊക്കെ പൊട്ടി, ഇപ്പോൾ വരമ്പൊക്കെ ആരും പൂവാണ്ടൊക്കെ ആയി, പിന്നെ വെള്ളം കെട്ടിയൊക്കെ ആയിട്ട് വരമ്പൊക്കെ പൊട്ടി തകർന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തെ വരമ്പൊക്കെ നന്നായിട്ട് കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കെട്ടുകളുണ്ട്, അതുപോലെ വഞ്ചിക്കാർ വീശുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ അവർ വരമ്പ് തകർന്നാലും ചെളിയൊക്കെ വാരിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പാലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി വ്യൂ തന്നെയാണ് ഈ പാലത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര കാറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എടുത്ത വോയിസൊന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു. ഇതാണ് നമ്മുടെ കമ്മട്ടിപ്പാടം സിനിമയിലെ ലാസ്റ്റ് അവർ ഒളിച്ച് താമസിക്കുന്നതും ദുൽഖർ സൽമാനൊക്കെ കയറി വന്നിട്ടുള്ള പാലമാണ് കേട്ടോ ഇത്. ഇപ്പോൾ പാലത്തിൻ്റെ ഒരു വ്യൂ ആണത്. സൂര്യൻ അസ്തമിക്കാനായ ടൈം ആയതുകൊണ്ട് തന്നെ അതിമനോഹരമായിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് പാലത്തിൻ്റെ മുകളിലോട്ട് ഞങ്ങൾ കയറി. പാലം ഒരു സൈഡൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്, അപ്പുറത്തെ സൈഡ്. പിന്നെ അതെ ഈ വീടാണ് ആ സിനിമയിൽ അവർ ഒളിച്ചെടുക്കുന്നത്. പക്ഷേ വീട് അത്ര ക്ലിയർ അല്ലായിരുന്നു, ഓടിട്ട വീട്. അവിടെയൊക്കെ പുല്ലൊക്കെ കയറി വീട് മൊത്തം പുല്ലുകൊണ്ട് മൂടി കിടക്കുകയാണ്. എനിക്ക് ആ വീടിൻ്റെ അടുത്തൊക്കെ പോയി നിങ്ങളൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. പാലം പകുതി പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. പാലം ഭയങ്കരമായിട്ട് തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി, അതുകൊണ്ടായിരിക്കാം പാലം ഇത്രയും തകർന്ന് കിടന്നത്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമ്മട്ടിപ്പാടം ആ സിനിമയിൽ ആ ഒരു ഷോട്ട് ഞാനിവിടെ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഫുള്ള് ഇടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫോട്ടോ ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പം അച്ഛനുണ്ട്, അച്ഛനവിടെ നീങ്ങി നിൽക്കുകയാണ്. അച്ഛൻ അവിടെ വീശുന്നോടത്ത് നിൽക്കുകയാണ്. കുറച്ച് പേര് അവിടെ വീശുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛനവിടെ വീശുന്നോടത്ത് നിന്ന് ഞങ്ങൾ പോയി വീഡിയോ എടുത്ത് കുറച്ച് നേരം പാലത്തിൻ്റെ സൈഡിലേക്ക് ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.